തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്ഷേമവും സേവനവുമാണ് LDF വോട്ടർമാർക്ക് നൽകുന്ന ഉറപ്പ്. ക്ഷേമവും സേവനവും മുൻനിർത്തി കണ്ണൂരിൽ 2 സ്ഥാനാർത്ഥികളെ അപ്പോൾ തന്നെ CPIM രംഗത്തിറക്കി കളഞ്ഞു. ഫസൽ വധക്കേസിൽ പ്രതികളായി കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന നിബന്ധനയിൽ കഴിയുന്ന കാരായി സുഹൃത്തുക്കളാണ് പാർട്ടി സ്ഥാനാർത്ഥികളിൽ ആകർഷണ കേന്ദ്രം. കോടതി അനുമതിയോടെ പത്രിക നൽകാൻ കാരായി ചന്ദ്രശേഖരനും കാരായി രാജനും കണ്ണൂരിലെത്തി. കൊലക്കേസ് പ്രതികളെ മത്സരിപ്പിക്കണോ എന്നൊന്നും ചോദിക്കരുത്, കാരണം പത്രിക കൊടുത്തുപോയി. കാരായി രാജൻ ജില്ലാ പഞ്ചായത്തിലേക്കും ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭയിലേക്കുമാണ് മത്സരിക്കുന്നത്. പാട്യം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന കാരായി രാജൻ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് പത്രിക നൽകാൻ ഇതാ എത്തിക്കഴിഞ്ഞു. സുന്ദരേശൻ നാളെ ഇറങ്ങുന്നുണ്ട്. അതാരാ? നമ്മുടെ ദാദാ. പഞ്ചുവാസു, ചാത്തനേറ് ലക്ഷ്മണൻ, പോത്തുമോമാലി, മാർത്താണ്ഡ മറുമുഖം എന്നീ ഓമനപ്പേരുകളാൽ അറിയപ്പെടുന്ന സുന്ദരേശൻ നായ്ക്കർ എന്ന അധോലോക രാജകുമാരൻ. വണക്കം. ഹലോ. പയറ്റ്, അടിതട, മർമ്മവിദ്യ എന്നീ നാടൻ കലകളിൽ ബിരുദനായ ഇദ്ദേഹത്തിന്റെ മുഖ്യ വിനോദങ്ങൾ യോഗം കലക്കല്, കൂലിത്തല്ല്, ബൂത്ത് പിടിക്കല്, തലവെട്ട്. അയ്യോ കറുളെ, അത് മട്ടില്ല പണ്ണമാട്ട്. എന്റെ പൊന്നു വിച്ചുസ്വാമി ഇവിടെ ജീവിച്ചു പോട്ടെ. ജില്ലാ പഞ്ചായത്തിലേക്ക് പാട്യം ഡിവിഷനിൽ നിന്ന് രാജൻ പത്രികയൊക്കെ സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകേണ്ട ആളാണ്. എന്നാൽ കോടതിയുടെ അനുമതി പത്രിക സമർപ്പിക്കാൻ വേണ്ടി മാത്രം ആയതിനാൽ പത്രികയും സമർപ്പിച്ച് നേരെ എറണാകുളത്തേക്ക് സ്ഥലം വിട്ടു. ഇനി വോട്ട് ചോദിക്കാൻ നാട്ടിൽ വരണമെങ്കിൽ വീണ്ടും കോടതിയുടെ അനുമതി വേണം. അത് കിട്ടുമോ എന്തോ. എന്തായാലും പത്രികയും സമർപ്പിച്ച് പ്രതീക്ഷയും പങ്കുവച്ച് വീണ്ടും തിരിച്ചു വരാമെന്ന വാക്കും നൽകി കാരായി രാജൻ മടങ്ങി. കോടതിയുടെ അനുമതിയോടുകൂടി വീണ്ടും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ വോട്ടർമാരെ കാണാൻ തയ്യാറായി നാട്ടിലേക്ക് വീണ്ടും തിരിച്ചെത്തും. ഇത്രയും മാത്രമാണ് പറയാനുള്ളത്. മറ്റെല്ലാം മുന്നണിയുടെയും പാർട്ടിയുടെയും നേതാക്കന്മാർ സംസാരിക്കും. എല്ലാ തവണയും പോലെ ഒരൊന്നര കഠിനവുമായി ഞാൻ സീക്രം പറയും. പോയിട്ട് വരട്ടുമാ. വണക്കം. ரொம்ப നന്ദിங்க. കാരായി രാജൻ ജില്ലാ പഞ്ചായത്തിലേക്കാണെങ്കിൽ ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭയിലേക്കാണ് മത്സരിക്കുന്നത്. വലിയ നേതാക്കളൊന്നും കൂടെയുണ്ടായില്ലെങ്കിലും ഷംസീറിനൊപ്പം ചന്ദ്രശേഖരൻ പത്രിക സമർപ്പിക്കാനെത്തി. വെട്ടും കുത്തുമൊന്നും ഈ വെട്ടിക്കറ ഡൈമന് പുത്തരിയല്ല. കേട്ടോടാ മുരുകപ്പ. കരം പിരിച്ചു കഴിഞ്ഞോടാ. പിരിച്ചോണ്ടിരിക്കണോ? പോയി പിരിടാ. കഴിഞ്ഞ ആഴ്ച ചന്ത ദിവസം കരം കൊടുക്കാതെ ചിലരൊക്കെ മുങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. ഡയമണ്ട് ചട്ടമ്പി വന്നാലേ കാശിറങ്ങുന്നവർക്കും വാശിയൊന്നുമില്ലല്ലോ. തിരിക്കാതെ പെണ്ണുപിള്ളേ. മുരുകപ്പ, ഉങ്കപ്പന് വായിക്കറിയിടാൻ നീ ബാക്കി വേണം. കേരളത്തിലെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വിജയത്തിൻ്റെ കാര്യത്തിലും എനിക്ക് സംശയമില്ല. എങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട വോട്ടർമാരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നതുകൊണ്ട് വിനീതമായി ഞാൻ എല്ലാ വോട്ടർമാരോടും എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരായി സുഹൃത്തുക്കൾ ഇനി തിരിച്ചു വന്നില്ലെങ്കിലും ജയരാജന്മാരൊക്കെ കൂടി ജയിപ്പിച്ചു വിട്ടോളും. ഇനിയൊരു ഇടവേള. അത് കഴിഞ്ഞ് യുവാക്കളും സ്ത്രീകളും. തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ. ചുമ്മാതെ കളയരുതമ്മിണിയേ.